അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റസോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി മാങ്ങ കൊണ്ടൊരു പോളയും മാമ്പഴം പോള, പിന്നെ മുന്തിരി ജ്യൂസും. ഒരുവിധം എല്ലാ ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്ക് പോള ഉണ്ടാക്കാം. ഇന്ന് ഞാൻ മാങ്ങ കൊണ്ടാണ് പോള ഉണ്ടാക്കുന്നത്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ മുന്തിരി ജ്യൂസും മാമ്പഴം പോളയും ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. ഞാനൊരു 1/2 കിലോ മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ മാങ്ങ 2 മാങ്ങ, ഒരു പോളക്ക് 2 മാങ്ങ മതിയാവും. അത് ഞാൻ ചെറുതായി മുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മുറിച്ച് വെച്ച മാങ്ങയും ഒരു 4 മുട്ടയും നമുക്ക് മിക്സിയിലേക്ക് ചേർക്കാം. പിന്നെ 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി വേണം. 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കണം. ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര ചേർക്കുന്നു. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഒരു നുള്ളി ഏലക്കായ്പ്പൊടി എല്ലാം കൂടി ചേർത്ത് ഞാൻ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് കഴിയും. ഇനി ഇതിപ്പോൾ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പിൽ വെച്ച് നെയ്യ് പുരട്ടണം. നെയ്യ് പുരട്ടി പാത്രം ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ കൂട്ട് ഇതിലേക്ക് ഒഴിക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ കൂട്ട് ഇതിലേക്ക് ഒഴിക്കാം. ഒഴിച്ച് ഒന്ന് പാത്രം ഒന്ന് ലെവലാക്കി കൊടുക്കണം. അതിനുശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. നമുക്ക് ഈ പാത്രത്തിനടിയിൽ ഒരു പഴയ മൂടിയോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും പാത്രത്തിനടിയിൽ വെച്ചാൽ നമുക്ക് പോള കരിഞ്ഞു പോകാതെ കിട്ടും. മുന്തിരി ഞാൻ 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2 വലിയ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഒന്ന് വേവിച്ചെടുക്കണം. ചെറുതായിട്ടൊന്ന് ഒരു 5 മിനിറ്റ് തിളച്ചാൽ മതി. 5 മിനിറ്റ് വേണ്ട, ഒരു 3-4 മിനിറ്റ് തിളച്ചാൽ മതി. അപ്പോൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് മൂടി വെച്ച് ഒന്ന് വേവട്ടെ. ഇതായിക്കഴിഞ്ഞു. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നന്നായി ഇളക്കി നമുക്കിത് അരിപ്പയിൽ കൂടി അരിച്ചെടുക്കണം. അരിച്ചിട്ട് മുന്തിരി ഒന്ന് നന്നായിട്ട് ഉടച്ച് അതിൻ്റെ നീര്, അതിൻ്റെ ചാറെല്ലാം നമുക്ക് പിഴിഞ്ഞെടുക്കണം. നന്നായി ചൂടാറിക്കഴിഞ്ഞ ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാവൂ കേട്ടോ. നന്നായിട്ട് സ്പൂണ് കൊണ്ട് പ്രസ് ചെയ്ത് ഇതിൻ്റെ ചാറെല്ലാം നമുക്ക് ഊറ്റിയെടുക്കണം. സാധാരണയായി എല്ലാവരും മിക്സിയിലടിച്ചാണ് ഇത് അരിച്ചെടുക്കുന്നത്. മിക്സിയിലടിക്കുമ്പോൾ പത വരുമല്ലാതെ മുന്തിരിങ്ങ ജ്യൂസിന് പത വരുമ്പോൾ അത്ര ഒരു നന്നായി കിട്ടില്ല. ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്യാറ്. നമുക്കിതിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ചതച്ച് നീരെടുക്കണം. നമുക്കിനി ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി തണുപ്പിക്കണം. ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ പോള വെന്തോന്ന് നോക്കണം. ഇത് പോള വേവാൻ ഒരു അരമണിക്കൂറിൽ കൂടുതലെടുത്തു. ചെറിയ തീയിൽ വെച്ചതുകൊണ്ട് വെന്തിട്ടുണ്ട്. നമുക്ക് പപ്പട കുത്തി കൊണ്ട് കുത്തി നോക്കുമ്പോൾ അത് ഒട്ടുന്നൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് ഇറക്കി വെച്ച് കുറച്ച് സമയം ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം പാത്രത്തിൽ നിന്ന് ഇളക്കിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ ചെറിയ മൂടി അതിനകത്ത് വെച്ചിട്ട് സാവധാനം അതൊന്ന് ഇളക്കിയെടുക്കണം. സോഫ്റ്റായിരിക്കും. കണ്ടോ, നന്നായിട്ടുണ്ട്. കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ ഒരു മാങ്ങ ചെറുതായി മുറിച്ച് പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്ത് ഇതിന് മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയാണ് പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പോളയുടെ മുകളിൽ ചേർക്കണം. മുന്തിരി ജ്യൂസ് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. മുന്തിരി ജ്യൂസ് ചേർക്കാൻ ഞാൻ കുറച്ച് അനാറിൻ്റെ അല്ലികൾ അടർത്തിയെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. നമുക്ക് കുടിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കടിക്കാൻ കിട്ടും.
അനാറിൻ്റെ അല്ലികൾ ചേർക്കാം. പോംഗ്രാനൈറ്റാണ് അനാറെന്നും പോംഗ്രാനൈറ്റെന്നും ഉറുമാമ്പഴമെന്നും എല്ലാം പറയും ഈ ഫ്രൂട്ടിന്. പിന്നെ ഇതിന് മുകളിൽ നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സും ചേർക്കാം. അപ്പം മുന്തിരി ജ്യൂസും റെഡിയായി. നമ്മുടെ മാമ്പഴം പോളയും മുന്തിരിച്ചാറും തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് രണ്ടും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ഫ്രൂട്ട്സും കൊണ്ടും നമുക്ക് പോള ഉണ്ടാക്കാം. പൈനാപ്പിൾ പോളയാണ് ഏറ്റവും നല്ല ടേസ്റ്റ്. ഫ്രൂട്ട്സിൻ്റെ പോളയിൽ വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റ് പൈനാപ്പിൾ പോളയാണ്. ഇതിന് മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിരുന്നു പൈനാപ്പിൾ പോളയുടെ. അതെല്ലാവരും കാണണം. ഓക്കെ, എന്നാൽ അടുത്ത റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക്സ്.